ഹായ് എവരിവൺ. നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. എൻ്റെ പേര് ശ്രീ വിശാഖ്. നമ്മൾ ആദ്യം ഇവിടെ തുടങ്ങുകയാണ്. ഇതിന്റെ കോഡൊക്കെ എന്ന് ഓർത്ത് വെച്ചാൽ MMPF004 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. രണ്ട് വേർഡാണ്. എന്താണ് സെക്യൂരിറ്റി അനാലിസിസ് എന്ന് നമുക്ക് പഠിക്കണം, എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്, എന്താണ് ഇത് എന്ന് നമുക്ക് ഒരു ഓവർ ജസ്റ്റ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തിനാണ് ഇത് പഠിക്കുന്നത്, ഓക്കെ, എന്താണ് ഇത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആദ്യം ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് നോക്കാം. അപ്പോൾ സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആർ ടു ഇന്റർകണക്ട് ഫീൽഡ്സ് ഓഫ് സ്റ്റഡി ദാറ്റ് ഡീൽസ് വിത്ത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ മേക്കിങ്ങിനെ ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ മേക്കിംഗ് ബന്ധപ്പെട്ടുള്ള ഒരു ഇന്റർകണക്ട് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആണ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. രണ്ടും എന്തിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, രണ്ടും ഡീൽ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? സെക്യൂരിറ്റി അനാലിസിസും പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്താണ്, എന്തിനെ ഡീൽ ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നു. രണ്ടും ഇന്റർകണക്ട് ആണ്, ഒരു പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടുള്ള ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് എന്ന് പറയുന്നത് ഈ സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സെക്യൂരിറ്റി അനാലിസിസ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സെക്യൂരിറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊക്കെ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും അല്ലേ? സെൻസെക്സ്, സ്റ്റോക്ക് മാർക്കറ്റ്, നിഫ്റ്റി, അങ്ങനെ പല വേർഡുകൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെബി എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും ന്യൂസിലൂടെയും മറ്റും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ടാകണം. ഓക്കെ, അപ്പോൾ ഈ സെക്യൂരിറ്റീസിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് പേരിൽ തന്നെ ഉണ്ട്. സെക്യൂരിറ്റീസിനെ അനലൈസ് ചെയ്യുന്നു. എന്തിനെ അനലൈസ് ചെയ്യുന്നത്? ചുമ്മാ നമുക്ക് അനലൈസ് ചെയ്താൽ മതി, ചുമ്മാ ഞാൻ രാവിലെ എഴുതിട്ട് ഞാൻ സെക്യൂരിറ്റി ഒന്ന് അനലൈസ് ചെയ്തിട്ട് വരട്ടെ, അങ്ങനെ അനലൈസ് ചെയ്യുന്നതാണോ? നമുക്ക് അതിന് എന്തെങ്കിലും പർപ്പസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ പർപ്പസിനാണ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്നും നമ്മൾ എന്ത് ചെയ്യുന്നത് പറയാം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സെക്യൂരിറ്റി അനാലിസിസ്. സെക്യൂരിറ്റി അനാലിസിസ് ഇൻവോൾവ്സ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഓർ സെക്യൂരിറ്റീസ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെയോ സെക്യൂരിറ്റീസിനെ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ഏതൊക്കെയായിരിക്കും? അതൊക്കെ സ്റ്റോക്ക്, ബോണ്ട്, ഡെറിവേറ്റീവ്സ്, ഓക്കെ, ഇതിനെയൊക്കെയാണ് പറയുന്നത് സാധാരണ രീതിയിലുള്ള നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. എന്തിനെ അനലൈസ് ചെയ്യുന്നു? ടു ഡിറ്റർമൈൻ ദെയർ വാല്യൂ. അവയുടെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ, എനിക്കിപ്പോ ഞാൻ ഒരു ഷെയർ ഇൻവെസ്റ്റ് ചെയ്യണം, എനിക്കൊരു കമ്പനിയുടെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ രാവിലെ പോയി കമ്പനിയുടെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യട്ടെ, അങ്ങനെ ചുമ്മാ ഞാൻ പോയി എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും ഒരു ഷെയറിന്റെ അതിൽ എന്ത് ചെയ്യത്തില്ല, ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. ഞാൻ എന്ത് ചെയ്യണം, ആദ്യം ആ കമ്പനിയെ കുറിച്ച് സ്റ്റഡി ചെയ്യണം. അത് പിന്നീട് എന്ത് ചെയ്യണം, ആ ഷെയറിനെ കുറിച്ച് എന്ത് സ്റ്റഡി ചെയ്യണം. ഈ ഷെയർ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നതാണോ, ഇത് കുറയുന്നുണ്ടോ, എങ്ങനെയാണ് ഇതിന്റെ പോക്ക്, ഈ കമ്പനിയുടെ ഗ്രോത്ത് എങ്ങനെയാണ്, നല്ല പ്രോഫിറ്റ് ഉണ്ടാകുന്ന കമ്പനിയാണോ, ഇൻവെസ്റ്റ് ചെയ്താൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ള കമ്പനിയാണോ എന്നൊക്കെ ഞാൻ എന്ത് ചെയ്യണം, ഒന്ന് ഒരു അനാലിസിസ് നടത്തണം. ഓക്കെ, ഒരു സ്റ്റഡി നടത്തണം അല്ലെങ്കിൽ ഒരു റിസർച്ച് നടത്തണം. എന്തിനു വേണ്ടിയിട്ട്? എനിക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം ഇല്ലേ, എനിക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള വാല്യൂ മനസ്സിലാക്കി എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, അവയെ ഒന്ന് സ്റ്റഡി ചെയ്യുന്നു. അതാണ് സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. On the other hand, it is a process of selecting and managing a group of securities. നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസിനെ ഞാൻ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് റിസ്ക് ടോളറൻസ് ഓഫ് ഇൻവെസ്റ്റർ. അതെന്ത് ചെയ്യുന്നു, ഒരു ഇൻവെസ്റ്ററിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സിനെ മീറ്റ് ചെയ്യുന്നു, അതോടൊപ്പം എന്ത് ചെയ്യുന്നു, അവന്റെ റിസ്ക് ടോളറൻസിനെ എന്ത് ചെയ്യുന്നു, മീറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാനൊരു ഷെയർ എടുക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ റിലയൻസിന്റെ ഷെയർ എടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അദാനിയുടെ ഷെയർ എടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് ഏത് ഷെയർ എടുത്താലും എന്ത് ചെയ്യുന്നുണ്ട്, അത് റിസ്ക് കൂടുതലാണ്. റിസ്ക് കൂടുന്നതൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നു, റിട്ടേണും കൂടുന്നു. അതൊക്കെ നമുക്ക് ഇതിനകത്ത് പഠിച്ചു വരുന്നവരെ പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. റിസ്ക് കൂടുന്നു, റിട്ടേൺ കൂടുന്നുള്ളത്. അപ്പൊ ഏതൊരു ഷെയറിന് എന്തുണ്ട്, റിസ്ക് ഉണ്ട്. റിസ്ക് മീൻസ് എന്താണ്, ചാൻസ് ഓഫ് ലോസ് അല്ലെങ്കിൽ വേരിയബിലിറ്റി ഇൻ എക്സ്പെക്ടഡ് റിട്ടേൺ നമുക്ക് എന്ത് ചെയ്യാം, റിസ്കിനെ പറയാം. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വലിയ ഇങ്ങോട്ട് വരുമ്പോൾ പറയാനുള്ളതാണെങ്കിൽ ഞാൻ ഇത് പറയുമ്പോൾ റിസ്കിനെ കുറിച്ച് പറയാതെ പോകാൻ നമുക്ക് എന്ത് ചെയ്തില്ല, പറ്റത്തില്ല. അപ്പോൾ റിസ്ക് കൂടുതലാണ്. എനിക്ക് ഏതൊരു ഷെയർ എടുക്കുമ്പോഴും എനിക്ക് അതിന് നഷ്ടം സംഭവിക്കുമോ, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഞാനൊരു ഷെയർ എടുത്തു, നാളെ ചിലപ്പോൾ എന്ത് ചെയ്യാം, അതിന്റെ വില കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഒരു ഷെയർ മാത്രമേ എടുത്തു, എന്റെ ഒരു 10,000 രൂപയുണ്ട്, ഞാൻ 10,000 രൂപയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, എക്സ് എന്ന കമ്പനിയുടെ ഷെയർ മാത്രം കയറി എടുത്തു. അങ്ങനെ ആ കമ്പനിയുടെ ഷെയർ മാത്രം ഞാൻ കയറി എടുക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ അത് നഷ്ടം സംഭവിച്ചേക്കാം. ചിലപ്പോൾ പിറ്റേന്ന് എന്ത് ചെയ്യുന്നു, അതിന്റെ വില അങ്ങ് ഇടിയും. പകരം ഞാൻ എന്ത് ചെയ്യുന്നു, 5,000 ഒരു 2,000 രൂപയ്ക്ക് ഞാൻ ഒരു ഷെയർ മേടിച്ചു, എക്സ് എന്ന കമ്പനിയുടെ ഷെയർ മേടിച്ചു. 4,000 രൂപയ്ക്ക് വൈ എന്ന കമ്പനിയുടെ ഷെയർ മേടിച്ചു. 5,000 രൂപയ്ക്ക് ഞാൻ 4,000 രൂപയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും അടുത്തൊരു കമ്പനിയുടെ ഇസഡ് എന്ന കമ്പനിയുടെ ഷെയർ ഞാൻ മേടിച്ചു. അപ്പൊ ഞാൻ 3 കമ്പനിയുടെ ഷെയറുകൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. 3 കമ്പനിയുടെ ഷെയർ ഞാൻ എന്ത് ചെയ്തു, ഞാൻ മേടിച്ചു വെച്ചു. എന്തിനാ? ഏതിലെങ്കിലും നഷ്ടം സംഭവിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാം, മറ്റൊന്ന് ചിലപ്പോൾ ലാഭം കിട്ടും. 3 നഷ്ടമായ സാധ്യത വളരെ വളരെ കുറവായിരിക്കും. അതിൽ ഏതെങ്കിലും ഒന്നിന് എനിക്ക് എന്ത് ചെയ്യാം, നല്ല ലാഭം കിട്ടിയേക്കാം. ഓക്കെ, അപ്പോ എന്റെ റിസ്ക് എനിക്ക് എന്ത് ചെയ്യണം, കുറയ്ക്കണം.
അതോടെ എനിക്ക് എന്ത് ചെയ്യണം, എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് മീറ്റ് ചെയ്യണം. അതിലേക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഒരാൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റോക്കിനെ കുറിച്ച് അല്ലെങ്കിൽ സെക്യൂരിറ്റിനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് സ്റ്റഡി ചെയ്യും. ഓക്കെ, പോർട്ട്ഫോളിയോ മാനേജർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ എന്റെ എന്താണ് ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസിനെ എന്ത് ചെയ്തു, സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ച് നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കാനുണ്ട്. അയ്യോ ഇത് കേട്ടപ്പോഴൊന്നും മനസ്സിലാവുന്നില്ല, കുറെ ഷെയർ, സ്റ്റോക്ക് മാർക്കറ്റ്, പോർട്ട്ഫോളിയോ, അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇത് വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ. നമ്മൾ ഇരുന്ന് പഠിച്ച് ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ, ഓക്കെ, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഈ പേപ്പർ പഠിക്കുമ്പോൾ അത് ഞാൻ എന്റെ കയ്യിൽ ടെക്സ്റ്റ് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നി, എന്താണത്, കുറെ കുത്തും വരെയും തോന്നിയും. പക്ഷെ ഞാൻ പഠിപ്പിച്ച എന്റെ ടീച്ചറും അതോടൊപ്പം ഞാൻ ആ സബ്ജക്റ്റിനെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും എനിക്കുണ്ടായിരുന്നു. അതുപോലെ ഒരുപെട്ട എല്ലാവർക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പേപ്പർ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. കാരണം ഇന്ന് തിയറി പേപ്പറാണ്. മാത്രമല്ല നമുക്കൊരു ഇൻട്രസ്റ്റോട് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിട്ടുള്ള, നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പേപ്പറാണ് എന്ന് പറയുന്നത് ഈ സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തിനാണ് ഞാനിത് പഠിക്കുന്നത്? ഓക്കെ, ഞാനിത് പഠിക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉദ്ദേശമാണല്ലോ, ചുമ്മാ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഞാൻ എന്തെങ്കിലും പഠിക്കണം. ചുമ്മാ ഞാൻ രാവിലെ പുസ്തകം പഠിച്ചിട്ട് എനിക്ക് വല്ല പ്രയോജനമുണ്ട്? ഒന്നാമത്തെ പ്രധാനം കിട്ടുന്ന ഒരു മെയിൻ പ്രധാന കാര്യം എന്താണ്, നിങ്ങൾക്ക് ഒരു എക്സാം എഴുതാം എന്നുള്ളതാണ്. സോ അതല്ലാതെ നമുക്ക് എന്താണ് അതുകൊണ്ട് പ്രയോജനം? ഞാനൊരു കാര്യം പഠിക്കുമ്പോൾ എനിക്ക് എക്സാമിന് ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കരുത്. നമ്മുടെ കരിക്കുലം പോലും ഡെവലപ്പ് ചെയ്യുന്നതിനാണ്, എനിക്ക് എക്സാം എഴുതി പാസ്സാകാൻ വേണ്ടി ആയിരിക്കില്ല എന്ത് ചെയ്യുന്നത്, കുറെ കാര്യങ്ങളെ പഠിപ്പിക്കുന്നത്. എന്റെ ഫ്യൂച്ചർ ലൈഫിലും എനിക്ക് ഭാവിയിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ വരുന്നത്. അപ്പൊ എന്താണത്, എന്തൊക്കെയാണ് അതിന്റെ ഈ സബ്ജക്ട് കൊണ്ടുള്ള എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ടു അണ്ടർസ്റ്റാൻഡ് ദ ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഇൻക്ലൂഡിംഗ് വേരിയസ് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ്. അപ്പോ എനിക്ക് മനസ്സിലാക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതായത് വേരിയസ് ടൈപ്പ് സെക്യൂരിറ്റീസ്, ഫിനാൻഷ്യൽ മാർക്കറ്റും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതോടൊപ്പം നമുക്ക് എന്താണ് പ്രിൻസിപ്പിൾസ് to understand the fundamental concepts and the principles of investment analysis and portfolio management. ഓക്കെ, എനിക്കിത് മനസ്സിലാക്കണം. എനിക്ക് കുറെ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കണം. പോർട്ട്ഫോളിയോ മാനേജ്മെന്റിനെ കുറിച്ച് എനിക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇതിന്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് എനിക്ക് എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കണം. അതിനുവേണ്ടി എനിക്ക് എന്ത് ചെയ്യണം, എനിക്കിത് പഠിച്ചേ പറ്റത്തുള്ളൂ. To learn the techniques and rules used to evaluate intrinsic value of securities and identify undervalued or overvalued securities such as ratios analysis, financial statement analysis and ക്യാഷ് ഫ്ലോ അനാലിസിസ്. എനിക്ക് എന്ത് ചെയ്യണം, ഒരു സെക്യൂരിറ്റിയുടെ ഇൻട്രിൻസിക് വാല്യൂ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, അപ്പോൾ ഓവർ വാല്യൂഡ് ആണോ അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് ആണോ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് മനസ്സിലാക്കണം. അതിന്റെ ടെക്നിക്സ് എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ചാപ്റ്റർ പഠിക്കണം. ടു ഡെവലപ്പ് ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസ്ക് ആൻഡ് ഹൗ ടു മെഷർ ആൻഡ് മാനേജ് ദം ഇൻക്ലൂഡിംഗ് മാർക്കറ്റ് റിസ്ക്, ക്രെഡിറ്റ് റിസ്ക്, ലിക്വിഡിറ്റി റിസ്ക് ആൻഡ് ഓപ്പറേഷൻ റിസ്ക്. അപ്പൊ ഈ പറഞ്ഞ റിസ്കുകളൊക്കെ, ഇങ്ങനെ പല ടൈപ്പ് റിസ്കുകൾ എന്തുണ്ട് നമുക്കുണ്ട് നമ്മുടെ മാർക്കറ്റിൽ. അപ്പൊ ഈ വേരിയസ് ടൈപ്സ് ഓഫ് റിസ്കിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കണം. ഇതിനെങ്ങനെ മെഷർ ചെയ്യണം, ഇതിനെങ്ങനെയൊക്കെ ഞാൻ മാനേജ് ചെയ്യണം. അപ്പൊ ഈ വേരിയസ് ടൈപ്സ് ഓഫ് റിസ്കുകളെ കുറിച്ച് എനിക്ക് എന്ത് ചെയ്യണം, എനിക്കൊന്ന് മനസ്സിലാക്കണം. ടു ഗെയിൻ നോളജ് ഓഫ് ദി വേരിയസ് approaches to portfolio management, including passive and active management, strategic and tactic asset allocation and factor based investing. അപ്പോൾ എന്റെ ഈ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള വേരിയസ് അപ്രോച്ചസ് ഉണ്ട്. പാസീവ് ആൻഡ് ആക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറയാം, സ്ട്രാറ്റജിക് ആൻഡ് ടാക്ടിക്കൽ അസറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നുണ്ട്, ഫാക്ടർ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ്. അങ്ങനെയുള്ള വേരിയസ് അപ്രോച്ചസിനെ കുറിച്ച് എനിക്ക് എന്ത് ചെയ്യണം, ഇതിൽ മനസ്സിലാക്കണം. ടു ലേൺ ഹൗ ടു കൺസ്ട്രക്ട് എ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ by selecting securities that complete each and that complement each other and balance risk and return. അപ്പൊ ഇതിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഡൈവേഴ്സിഡ് പോർട്ട്ഫോളിയോ, റിസ്ക് കുറച്ചിട്ടുള്ള ഡൈവേഴ്സിഡ് പോർട്ട്ഫോളിയോ ഞാൻ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, ഇത് നല്ലപോലെ പഠിച്ചു വരുന്നവർക്ക് അതൊക്കെ ഈസി ആയിട്ട് ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം പ്രോഫിറ്റ് ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ സെലക്ട് ചെയ്യാം, എങ്ങനെ ആ ഒരു പോർട്ട്ഫോളിയോ എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ടു ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് അനലിറ്റിക്കൽ സ്കിൽസ് ടു മേക്ക് ഇൻഫോർമഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആൻഡ് മാനേജ് എ പോർട്ട്ഫോളിയോ ഓവർ ടൈം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, ഒരു കാര്യം ഡെവലപ്പ് ചെയ്യണം, എന്താണ് എന്റെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും അനലിറ്റിക്കൽ സ്കില്ലൊക്കെ എനിക്ക് എന്ത് ചെയ്യണം, ഇതിലൂടെ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ചാപ്റ്റേഴ്സ് നല്ലപോലെ പഠിച്ചു വരുമ്പോൾ എനിക്ക് പോർട്ട്ഫോളിയോസിനെ കുറിച്ചും സ്റ്റോക്കിനെ കുറിച്ചും റിസ്കിനെ കുറിച്ചും എനിക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ഐഡിയ ഉണ്ടാവും. അതുവഴി എനിക്ക് എന്ത് ചെയ്യാം, എന്റെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും എന്റെ അനലിറ്റിക്കൽ സ്കില്ലൊക്കെ എനിക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. അതുവഴി എനിക്ക് എന്ത് ചെയ്യാം, ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ സാധിക്കുന്നു. സോ ഇതിനൊക്കെ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്.
അതിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ട്, അതായത് 4 ബ്ലോക്കായി തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 4 മൊഡ്യൂൾസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ മൊഡ്യൂളിൽ ഒരു ഓവർവ്യൂവിനെ കുറിച്ചാണ്. നമുക്ക് ഇത് എന്താണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ കുറിച്ചും റിസ്ക് റിട്ടേണിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെന്റ് തിയറീസിനെ കുറിച്ചാണ് ഇതിൽ പറയാനുള്ളത്. ഒന്നാമത്തെ ചാപ്റ്ററായിട്ട് നമുക്ക് പറയാനുള്ളത്. 2 ബ്ലോക്ക് ടു സെക്യൂരിറ്റി അനാലിസിസ്. രണ്ടാമത്തത് സെക്യൂരിറ്റി അനാലിസിസ് ആണ്. അപ്പോൾ അതിനകത്ത് പഠിക്കാനുള്ളത് എക്കണോമി അനാലിസിസ്, നമ്മുടെ എക്കണോമി അനലൈസ് ചെയ്യാനുണ്ട്, ഇൻഡസ്ട്രി അനാലിസിസ് ഉണ്ട്, കമ്പനി അനാലിസിസ് എങ്ങനെയാണുണ്ട്, ടെക്നിക്കൽ അനാലിസിസും, സെക്യൂരിറ്റി വാല്യൂഷൻ സെക്യൂരിറ്റീസ്, ഇതൊക്കെയാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ മൊഡ്യൂൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആണ്. അതിൽ പോർട്ട്ഫോളിയോസിനെ അനാലിസിസ്, പോർട്ട്ഫോളിയോ സെലക്ഷൻ, ക്യാപിറ്റൽ മാർക്കറ്റ് തിയറീസ്, പോർട്ട്ഫോളിയോ റിവിഷൻസ് എന്നുള്ളത്. നാലാമത്തെ മൊഡ്യൂൾ 2 മൊഡ്യൂൾസേ ഉള്ളൂ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് മാനേജ്ഡ് പോർട്ട്ഫോളിയോസിൽ ഒന്ന് മ്യൂച്വൽ ഫണ്ട്സും മറ്റൊന്ന് പെർഫോമൻസ് ഇവാലുവേഷൻ ആൻഡ് മാനേജ്ഡ് പോർട്ട്ഫോളിയോ. 2 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ടോട്ടൽ നമുക്ക് ഉള്ളത് 4 മൊഡ്യൂൾസ്, 15 യൂണിറ്റ്സ്, അല്ലെങ്കിൽ 15 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പഠിക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എളുപ്പമായിട്ടുള്ള ഒരു പേപ്പറാണ് ഈ സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. പഠിക്കാൻ തുടങ്ങിയാൽ, മനസ്സിരുത്തി പഠിക്കാൻ തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്കത് പഠിച്ച് എക്സാം എഴുതാൻ സാധിക്കും. നമുക്ക് അതോടൊപ്പം നമുക്ക് ഫ്യൂച്ചറിൽ ഇപ്പൊ ഒരുപാട് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ടിവിയിലെ പരസ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അപ്സ്റ്റോക്സ്, ഗ്രോ, എക്സിക്യൂട്ടീവ്സ്, ഏഞ്ചൽ ബ്രോക്കിങ്സ്, അങ്ങനെ പലതിന്റെയും പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പലരും ചെയ്തിട്ടുണ്ട്. ഇതിൽ എങ്ങനെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ചുമ്മാ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയോ എന്നൊക്കെ നിങ്ങളിൽ പലരും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇതിൽ നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതി നിങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യണം, ഈ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ടേ പറ്റും. ഈ സബ്ജക്റ്റിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇഷ്ടപ്പെട്ടേ പറ്റും. അതായത് നമ്മൾ ഒരു സബ്ജക്റ്റിനെ നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു, അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യും, പഠിക്കാനുള്ള നമ്മുടെ ഒരു താല്പര്യം, ഇൻട്രസ്റ്റ് കൂടി വരും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു താല്പര്യമില്ലാതെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഉറക്കം വരും. താല്പര്യമില്ലാതെ പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉറക്കം വരും. പക്ഷെ താല്പര്യത്തോട് പഠിക്കുകയാണെങ്കിൽ, ഇൻട്രസ്റ്റോട് പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റുന്നു, നല്ലപോലെ പഠിക്കാൻ സാധിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് എന്താണ്, ഫ്യൂച്ചറിൽ ഇതുകൊണ്ട് ഒരുപാട് നേട്ടം. അപ്പോൾ തൽക്കാലം ഇതാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. തൽക്കാലം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.